അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അനിമൽ ഹോംസ് എന്നുള്ള ഒരു കവിതയാണ്. അപ്പോൾ അനിമൽ ഹോംസിൽ പറയുന്നത് മൃഗങ്ങൾ താമസിക്കുന്ന വീടുകളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന മൃഗങ്ങൾ കുരങ്ങൻ, അതുപോലെ തന്നെ ഒട്ടകം, സിംഹം, കരടി, ധ്രുവക്കരടി, മഞ്ഞിൽ താമസിക്കുന്ന കരടി, ഇവരുടെയൊക്കെ വീടിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കവിത നോക്കുക. On top of a mountain or under the sea, there are so many places where creatures may be. അപ്പോൾ ഇതിൽ പറയുന്നത് ഓൺ ടോപ്പ് ഓഫ് എ മൗണ്ടൻ, ഒരു മരത്തിൻ്റെ മുകളിൽ, ടോപ്പറിന് മുകളിൽ, ഓൺ ടോപ്പ് ഓഫ് എ മൗണ്ടൻ അല്ല ഒരു മലയുടെ മുകളിൽ, അല്ലെങ്കിൽ ഓർ അണ്ടർ ദ സീ, എവിടെ, സമുദ്രത്തിന് താഴെ, കടലിന് താഴെ. അപ്പോൾ മലയുടെ മുകളിൽ മൃഗങ്ങളുണ്ടാവും, അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ താഴത്ത് എന്തുണ്ടാവും, ജീവികളുണ്ടാവും. ഓക്കെ. ഓൺ ടോപ്പ് ഓഫ് എ മൗണ്ടൻ ഓർ അണ്ടർ ദ സീ ദർ ആർ സോ മെനി പ്ലേസസ്. അവിടെയൊക്കെ എന്തുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മലയുടെ മുകളിലും നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ കടലിനടിയിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വേർ ക്രിയേച്ചേഴ്സ് മേ ബി, അവിടെയൊക്കെ എന്തുണ്ടാവും, ഒന്നിരിക്കൽ ജീവികളുണ്ടാവും. ക്രിയേച്ചർ എന്ന് പറഞ്ഞാൽ ജീവികൾ. വേർ എവിടെ, ക്രിയേച്ചേഴ്സ് മേ ബി, അവിടെ മേ ബി പറഞ്ഞാൽ ചിലപ്പോൾ. അപ്പോൾ ഒന്നിരിക്കൽ എന്തുണ്ടാവും, അവിടെ ജന്തുക്കൾ ഉണ്ടാവും. മരത്തിന് മുകളിലും കടലിനടിയിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ എന്തുണ്ട്, ജന്തുക്കളുണ്ട്, ജീവികളുണ്ട്. ഇനി പറയുന്നത് എലോൺ ഇൻ എ ഡെസേർട്ട്, മരുഭൂമിയിൽ ഒറ്റയ്ക്ക്, ഓർ ഗ്രൂപ്പ്ഡ് ഓൺ എ ഫാം, അല്ലെങ്കിൽ മേച്ചിൽപ്പുറങ്ങളിൽ ഗ്രൂപ്പായിട്ട്, സംഘങ്ങളായിട്ട്. ഫാം എന്ന് പറഞ്ഞാൽ മേച്ചിൽ സ്ഥലം അല്ലെങ്കിൽ തൊഴുത്ത് എന്നൊക്കെ പറയും. മൃഗങ്ങളെ താമസിക്കുന്ന സ്ഥലത്തിനാണിത് ഫാം എന്ന് പറയാം. അപ്പോൾ ഓർ ഗ്രൂപ്പ്ഡ് ഓൺ എ ഫാം, എലോൺ ഇൻ എ ഡെസേർട്ട്, ഓർ ഗ്രൂപ്പ്ഡ് ഓൺ എ ഫാം, ഓർ ടക്ക്ഡ് ഇൻ എ ട്രീ ട്രങ്ക് അവേ ഫ്രം ഓൾ ഹാം. അപ്പോൾ അല്ലെങ്കിൽ ഓർ ടക്ക്ഡ് ഇൻ എ ട്രങ്ക്. ടക്ക്ഡ് പറഞ്ഞാൽ വെക്കുക, ഇന്നെ ട്രീ ട്രങ്ക്, അതായത് ടക്കട താമസിക്കുക എന്നൊക്കെ അർത്ഥം വെക്കാം. ടക്കട ഇന്നെ ട്രീ ട്രങ്ക്, ട്രീ മരത്തിൻ്റെ കൊമ്പിൽ, ട്രങ്ക് പറഞ്ഞാൽ കൊമ്പ്. അപ്പോൾ മരത്തിൻ്റെ കൊമ്പിൽ എന്തുണ്ടാവും, വീടുകളുണ്ടാവും. അങ്ങനത്തെ ജീവികളുണ്ട്. മരത്തിൻ്റെ കൊമ്പിൽ താമസാക്കുന്ന കിളികളുണ്ടല്ലോ, അതാണ് പറയുന്നത്. എവേ ഫ്രം ഓൾ ഹാം, എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ദൂരെയായിട്ട്. അപ്പോൾ എലോൺ ഇൻ എ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒട്ടകങ്ങൾ എന്നാണ് മരുഭൂമിയിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഓർ ഗ്രൂപ്പ്ഡ് ഓൺ എ ഫാം, ഫാമിൽ തൊഴുത്തുകളിൽ ഒരുപാട് എന്തുണ്ടാവും, ആടുകളോ അല്ലെങ്കിൽ പശുക്കളൊക്കെ ഉണ്ടാവും. തൊഴുത്തിൽ ഗ്രൂപ്പായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓർ ടക്കഡ് ഇന്ന ട്രീ ടങ്ക്, മരത്തിൻ്റെ കൊമ്പുകളിൽ താമസിക്കുന്ന ജീവികളുണ്ട്. അവേ ഫ്രം ഓൾ ഹാം, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ദൂരെയായിട്ട് അവർ താമസിക്കുന്നുണ്ട്. ഇനി ഓൺ ബ്രൈറ്റ് സണ്ണി ഗ്രാസ് ലാൻഡ്, എവിടെയൊക്കെ ഉണ്ട്, ബ്രൈറ്റ് പറഞ്ഞാൽ സമർത്ഥമായിട്ട് ജീവിക്കുക. അതുപോലെ തന്നെ സണ്ണി ഗ്രാസ് ലാൻഡ്, ബ്രൈറ്റ് പറഞ്ഞാൽ പ്രകാശം എന്ന് വെച്ചോളി. ബ്രൈറ്റ് പ്രകാശത്തിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. അതുപോലെ തന്നെ സണ്ണി ഗ്രാസ് ലാൻഡ്, സൂര്യപ്രകാശം ഉള്ള സ്ഥലങ്ങളിൽ. ഗ്രാസ് ലാൻഡ് പറഞ്ഞാൽ ചെടികളും പുല്ലുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, പുല്ലുകളല്ല പുൽമേടുകൾ. സണ്ണി ഗ്രാസ് ലാൻഡ്, സൂര്യപ്രകാശമുള്ള പുൽമേടുകളിൽ, പുല്ലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. അല്ലെങ്കിൽ ഓർ ഇൻ എ ഡാർക്ക് കേവ്, അല്ലെങ്കിൽ ഇരുണ്ട ഗുഹകളുടെ ഉള്ളിൽ താമസിക്കുന്ന ജീവികളുണ്ട്, സിംഹങ്ങളെപ്പോലെ അല്ലേ. ഇൻ ജംഗിൾസ്, കാടുകളിലുണ്ട്. ആൻഡ് ഫോറസ്റ്റും കാടാണ്. അതുപോലെ തന്നെ വേർ ഓൾ മസ്റ്റ് ബി ബ്രൈവ്, വേർ എന്ന് പറഞ്ഞാൽ എവിടെ, ഓൾ മസ്റ്റ്, എല്ലാ ജീവികളും എന്താണ്, മസ്റ്റ് ബി ബ്രൈവ്, അവർ കാടുകളിലുള്ള ജീവികൾ എന്തായിരിക്കും, എല്ലാവരും എന്തായിരിക്കും, ബ്രൈവ് ആയിരിക്കും, ധീരന്മാരായിരിക്കും. അപ്പോൾ കുറ്റിക്കാടിനാണ് എന്താ പറയുക, ജംഗിൾ എന്ന് പറയാം. ഫോറസ്റ്റ് പറഞ്ഞാൽ കൊടുങ്കാട്. അപ്പോൾ ചെറിയ കുറ്റിക്കാടിലൊക്കെ ജീവികളുണ്ടാവും. അതുപോലെ തന്നെ ഫോറസ്റ്റ് വൻ കാടുകളിൽ, വലിയ കാടുകളിലൊക്കെ എന്തുണ്ടാവും, ജീവികളുണ്ടാവും. അപ്പോൾ കാടിൽ ജീവിക്കുന്ന ജീവികൾ എന്തായിരിക്കും, പൊതുവെ ബ്രൈവ് ആയിരിക്കും. ബ്രൈവ് പറഞ്ഞാൽ ധീരന്മാർ. വേർ ഓൾ മസ്റ്റ് ബി ബ്രൈവ്, തീർച്ചയായിട്ടും കാട്ടിൽ താമസിക്കുന്ന ജീവികൾ എന്തായിരിക്കും, ധീരന്മാരായിരിക്കും.
സിംഹങ്ങൾ, പുലികൾ, അല്ലേ, അതുപോലത്തെയുള്ള ജീവികളൊക്കെ കാട്ടിൽ താമസിക്കുന്നവരാണ്. അതൊക്കെ എന്തായിരിക്കും? ധീരന്മാരായിട്ടുള്ള ജീവികളായിരിക്കും. അതുപോലെ തന്നെ ഓൺ ഐസ് ഇൻ ദ ആർട്ടിക്. ആർട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പുള്ള പ്രദേശമാണ് ആർട്ടിക് സമുദ്രങ്ങൾ. അപ്പോൾ ആർട്ടിക്കിലെ ഐസുകളിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. ഓൺ ഐസ് ഇൻ ദ ആർട്ടിക്, ആർട്ടിക്കിലെ ഐസിൽ ജീവിക്കുന്ന ജീവികൾ. അതുപോലെ തന്നെ ഓർ ഹോൾഡ് അണ്ടർഗ്രൗണ്ട്, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ തുരങ്കം ഉണ്ടായിട്ട് മാളത്തിൽ ജീവിക്കുന്ന. ഹോൾഡ് പറഞ്ഞാൽ മാളത്തിൽ, ഹോളാക്കിയിട്ട് മാളം ഉണ്ടാക്കിയിട്ട് അണ്ടർഗ്രൗണ്ട്, ഭൂമിക്കടിയിൽ മാളം ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ജീവികളുണ്ട്, എലികൾ പോലത്തെ ജീവികൾ, അല്ലേ. അതുപോലെ തന്നെ ദർ ആർ സോ മെനി പ്ലേസസ് വേർ ക്രിയേച്ചേഴ്സ് ആർ ഫൗണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ദർ ആർ സോ മെനി പ്ലേസസ്, അവിടെ ഭൂമിയിൽ എന്തുണ്ട്? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വേർ എവിടെ ക്രിയേച്ചേഴ്സ് ആർ ഫൗണ്ട്, ജീവികളെ കാണപ്പെടുന്ന, നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ട് ജീവികൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരൊക്കെ ജീവിക്കാനുള്ള സ്ഥലങ്ങൾ എവിടെയുണ്ട്? ഭൂമിയിലുണ്ട് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കവിത എല്ലാവരും ഒന്ന് പാടിയിട്ട് ഒന്ന് ഗ്രൂപ്പിൽ അയക്കാം. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ എല്ലാവരും എഴുതിയെടുക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.